കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഇത്തവണത്തെ ഓണക്കാലത്ത് ചെറുകിട ഏലം കർഷകർക്കും വ്യാപാരികൾക്കും സമ്മാനിക്കുന്നത് വറുതിയുടെ ഓണമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലുണ്ടായ മഴക്കുറവാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏലക്കായ്ക്ക് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാത്തതാണ് ഈ ഓണക്കാലത്തെ കാഴ്ച. ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും മലയോര മേഖലയിൽ മൺസൂൺ മഴ ഗണ്യമായി കുറഞ്ഞത് ഏലം കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇത് കൃഷിയെയും ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതും ഇത് പ്രതിരോധിക്കുവാൻ തുടർച്ചയായി കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരുന്നതും കർഷകർക്ക് വലിയ സാമ്പത്തിക ചെലവിന് കാരണമാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഏലത്തിന് മികച്ച വില ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഓണക്കാലത്തും ചെറുകിട കർഷകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയായ ഏലത്തിന് ഉയർന്ന വില കിട്ടുന്നുണ്ടെങ്കിലും ഏലം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം ഏലത്തിന്റെ വിളവെടുപ്പ് സീസണെ 3 മാസത്തോളം മാറ്റിവിട്ടിരിക്കുക. ജൂൺ മാസം തുടങ്ങേണ്ടുന്ന സീസണ് ഇപ്പോൾ ആഗസ്റ്റ് അവസാനമായാലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. മാത്രവുമല്ല, ഈ കാലാവസ്ഥയിൽ നല്ല ഫ്ലവറിംഗ് ഉണ്ടായെങ്കിലും പിന്നീട് വരുന്ന ചൂട് കൂടുന്നതുകൊണ്ട് വീണ്ടും കാ പിടിക്കുന്നത് താമസം ഉണ്ടാക്കുന്നു. അത് വിളവെടുപ്പിന്റെ എണ്ണം കുറയ്ക്കുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ ഓണം വരുമ്പോഴത്തേക്കും കർഷകരും ചെറുകിട കർഷകരും ഒപ്പം ഈ ചെറുകിട വ്യാപാരികളും ഒക്കെ ഈ ഓണക്കാലത്ത് ഒരു ബിസിനസ്സൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ വളരെ ഒരു വറുതിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. അതിനൊരു ഇമ്പാക്ട് വാണിജ്യ മേഖലയിലുണ്ടാകും. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹൈറേഞ്ചിന്റെ പൊതുവെയുള്ള കാർഷിക മേഖല വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.